ഭാരത് മാതാ കി ജയ്. ജയ് മസി. രാജസ്ഥാനിലെ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. മതപരിവർത്തന നിരോധനത്തിനെതിരെ, നിർബന്ധിത മതപരിവർത്തന നിരോധനത്തിനെതിരെ. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നല്ല നിയമമാണ്. നമുക്കിഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് പൂർണ്ണമായിട്ടുള്ള അനുവാദം ഉണ്ടായിരിക്കണം. നമ്മളെ ആരും നിർബന്ധിച്ചിട്ട് മതം മാറ്റാൻ പാടില്ല. ഇപ്പം നിർബന്ധം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചിട്ട് നമ്മളോട് പറയാണ്, നിങ്ങളുടെ മതം മാറണം, മാറിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെടിവെച്ച് കൊല്ലും, നിങ്ങളെ കൈയും കാലും ഒടിക്കും. അത് നിർബന്ധിത മതപരിവർത്തനമാണ്. ഇനി വേറെ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് കാശിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് ഒരുപാട് പൈസ തരാമെന്നോ ജോലി തരാമെന്നോ വിസ തരാമെന്നോ നമ്മുടെ വിവാഹം കഴിപ്പിക്കാമെന്നോ ഒക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മളെ മതം മാറ്റാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അത് നിർബന്ധിത മതപരിവർത്തനമാണ്. എന്നാൽ ഈ നിയമത്തിനകത്ത് ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാര്യങ്ങളൊന്നുമല്ല അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നരകത്തെക്കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, വരാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അതും അവരെ നിർബന്ധിതമായിട്ട് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി ചെയ്യാണ് എന്നുള്ള രീതിയിൽ അതിൽ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തി അവൻ സ്വമനസാലെ മനസ്സിലാക്കിയിട്ട് ഒരു പുതിയ മതത്തിൽ വിശ്വസിച്ചെന്നിരിക്കട്ടെ, ആ വ്യക്തി അയാളുടെ വീട്ടുകാരെ ആ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവനെതിരെ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ കേസെടുക്കാം. എന്നാൽ ആ വ്യക്തിയെ വീട്ടുകാർ തിരിച്ച് അവൻ്റെ പഴയ മതത്തിലേക്ക് മാറ്റാനായിട്ട് നോക്കുകയാണെങ്കിൽ, ആ വ്യക്തിയെ തിരിച്ച് മതപരിവർത്തനം ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ നിർബന്ധിച്ചിട്ട്, അത് നിർബന്ധിത മതപരിവർത്തന നിയമത്തിനകത്ത് വരുന്നില്ല. നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് ഇംപാർഷ്യാലിറ്റിയാണ്. അത് ഏതെങ്കിലും ഒരു പക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിപ്പോകരുത്. എപ്പോഴും അതിൽ എല്ലാവർക്കും നീതി കിട്ടത്തക്ക രീതിയിൽ ആ നിയമം എപ്പോഴും ഇംപാർഷ്യലായിരിക്കണം. എന്നാൽ ഈ നിയമം ഇംപാർഷ്യലല്ല. അതുകൊണ്ട് ആ നിയമത്തിനകത്ത് ഭേദഗതി ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വ്യക്തി സ്വമനസാലെ ഒരു ദൈവത്തിലോ ഒരു മതത്തിലോ വിശ്വസിച്ചു എന്നിരിക്കട്ടെ, ആ വ്യക്തിയെ നിർബന്ധിച്ചിട്ട് തിരിച്ച് പഴയ മതത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഒന്നുകിൽ അവനോട് പറയാണ്, നീ വിശ്വസിച്ചില്ലെങ്കിൽ, നീ തിരിച്ച് ആ മതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നിൻ്റെ കയ്യും കാലും ഒടിക്കും, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കും, നിന്നെ ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നിനക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നിഷേധിക്കും എന്നവർ പറയുകയാണെങ്കിൽ, തിരിച്ച് അവനെ ആ പഴയ മതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ, അല്ല ഞങ്ങൾ നിനക്ക് നല്ലൊരു കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് തരും, നിനക്ക് ഒരുപാട് കാശ് തരും, അല്ല നിനക്ക് ജോലി മേടിച്ച് തരും, നിനക്ക് വിസ വാങ്ങിച്ചു തരും, അങ്ങനെയൊക്കെ പറഞ്ഞാണെങ്കിലും അവർ ആ വ്യക്തിയെ തിരിച്ച് ആ പഴയ മതത്തിലേക്ക് ചേർക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതും നിർബന്ധിത മതപരിവർത്തനത്തിനകത്ത് ഉൾപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ആ നിയമത്തിന് വാസ്തവത്തിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യാഥാർത്ഥ്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിയമം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ ജീസസിൽ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാവരും നിങ്ങളങ്ങ് ഗ്രാം സ്റ്റെയിൻസിനെ കൊന്നതുപോലെ അങ്ങ് കൊന്നോളൂ, പ്രശ്നം സോൾവ് ആയില്ലേ. ഞങ്ങൾ ഒന്നും പറയാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കും, ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. നരേന്ദ്രമോദിജിക്കാണെങ്കിലും അമിത്ഷാജിക്കാണെങ്കിലും രാജസ്ഥാനിലെ CM-നാണെങ്കിലും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനുമാണ്.
അവരെ സഹായിക്കാനും അവരെ സേവിക്കാനുമാണ്. അവർക്ക് നന്മ ചെയ്യാനും നന്മ ചിന്തിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്കതേ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇതുപോലത്തെ വൺ സൈഡഡായിട്ടുള്ള ഇമ്പാർഷ്യൽ അല്ലാത്ത പാർഷ്യലായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സംസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അവൻ സ്വതന്ത്രമായിട്ട് ഈ പുതിയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതാണെങ്കിൽ പോലും അതിൽ നിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മേൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നത്. അവർ രണ്ടുപേരെയും ശുശ്രൂഷിക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലി. അവർ രണ്ടുപേരും വയ്യാതിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ വിഷമം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയങ്ങളിൽ ഞാൻ ചിലപ്പോൾ യേശു കർത്താവിനെക്കുറിച്ചും ഇനി വിഷമമൊന്നുമില്ലാത്ത ഒരു രാജ്യം വരാനുണ്ട്, കർത്താവിൽ വിശ്വസിക്കാൻ നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കും, നമ്മുടെ പഴയ പാപങ്ങൾ ദൈവം ക്ഷമിക്കും, നമ്മൾ ഇതുവരെ ചെയ്തെല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കും, അങ്ങനെ പാപക്ഷമ നമുക്ക് ലഭിച്ചാൽ നമുക്ക് ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ ഒരു ഓഹരി ഉണ്ടാകും, നമുക്ക് പുതിയ ശരീരങ്ങളെ ദൈവം തരും. ഇപ്പോൾ ഉള്ള ശരീരമൊക്കെ ചുളുക്കമുള്ള ശരീരമാണ്, അച്ഛൻ്റെ ആണെങ്കിലും അമ്മേൻ്റെ ആണെങ്കിലും പ്രായമായിപ്പോയില്ലേ. അപ്പോൾ കറ, ചുളുക്കം, മാലിന്യം ഇതൊന്നുമില്ലാത്ത നല്ല ഒരു ആരോഗ്യമുള്ള ഒരിക്കലും മരിക്കാത്ത ശരീരം ദൈവം നമുക്ക് തരും എന്ന വാഗ്ദത്തത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ അതിലാകർഷിക്കപ്പെട്ടിട്ട് ആ വിശ്വാസം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയാൻ സാധിക്കുമോ? രാജസ്ഥാനിലെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയ്ക്കോ എനിക്കെതിരെ പരാതി കൊടുക്കാം. അങ്ങനെ അവർ പരാതി കൊടുക്കുകയാണെങ്കിൽ എന്നെ ജയിലിലിടുകയാണെങ്കിൽ എനിക്ക് ലൈഫ് ഇംപ്രിസൺ വരെയുള്ള ശിക്ഷ കിട്ടാം, അല്ലെങ്കിൽ മരണശിക്ഷ വേണമെങ്കിൽ കിട്ടാം, വലിയൊരു തുക വേണമെങ്കിൽ എനിക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥയും വരാം. ഇനി അങ്ങനെയല്ല, ഞാൻ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു, ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് എനിക്ക് വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികളിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടു. എന്നിട്ടും ഞാൻ ഇപ്പോഴും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറയാണ്, നിങ്ങൾ ഇതിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? അപ്പം മോൻ ഒരു കാര്യം ചെയ്യും, നിനക്ക് നല്ലൊരു ഭാര്യയെ ഞങ്ങൾ തരാം, നിനക്ക് കുറേ പൈസ തരാം, നിനക്ക് നല്ലൊരു ജോലി തരാം, നിനക്ക് നല്ലൊരു വീട് തരാം, നീ ഈ ക്രിസ്ത്യൻ ഫെയ്ത്ത് മുഴുവനായിട്ടും ഉപേക്ഷിക്കണം. അല്ല, അവരുടെ ആളുകളെ വിളിച്ചിട്ട് പറയാണ്, ഇവനെ തല്ലണം, ഇവൻ ഈ വിശ്വാസം ഉപേക്ഷിക്കുന്നത് വരെ ഇവർ ഉപദ്രവിക്കണം എന്ന് പറയാണ്. എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് വിഷമമുണ്ടാവും. പക്ഷേ ഈ നിയമപ്രകാരം, ഈ രാജസ്ഥാനിലെ ആ നിർബന്ധിത മതപരിവർത്തന നിയമപ്രകാരം എനിക്ക് എൻ്റെ അച്ഛനമ്മയ്ക്കെതിരെയോ എൻ്റെ വീട്ടുകാർക്കെതിരെയോ എന്നെ ഉപദ്രവിക്കുന്നവർക്കെതിരെയോ ഒരു കേസും കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു നിയമം അത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അപ്പോൾ ഈ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ നിയമങ്ങൾ വാസ്തവത്തിൽ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അത് നമുക്കറിയാം. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അവർ നിർബന്ധിച്ചിട്ട് ഒന്നുകിൽ അവർ പൈസ, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ പെണ്ണ്, അല്ലെങ്കിൽ അടി, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ അവർ വളരെയധികം ഭയാനകമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ അവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അവർക്ക് നിങ്ങൾ ശിക്ഷ കൊടുത്തോളി. പക്ഷേ ഇത് സ്വർഗരാജ്യത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചും അതിലിപ്പോൾ എന്ത് അല്യൂർമെൻ്റാണ് ഉള്ളത്? പൈസ കൊടുക്കുന്നുണ്ടോ? ഭൂമി കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ട്രാൻസാക്ഷൻ വാസ്തവത്തിൽ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വെറും വാക്കുകളല്ലേ? അതൊരു വിശ്വാസമല്ലേ? അതിൽ വിശ്വസിച്ച് ഒരാൾക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഈ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്താണോ കുഴപ്പം? അവർക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ? ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നത് അധികവും മദ്യപാനികളുടെ ഭാര്യമാരും മദ്യപാനികളും ഈ ടൊബാക്കോ ചൂയിങ് ഹാബിറ്റുള്ളവരും ഡ്രഗ്സിൻ്റെ ഹാബിറ്റുള്ളവരും, ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല.
അങ്ങനെയുള്ള ആളുകളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് നല്ല ഒരു മാർഗത്തിലേക്ക് തിരിച്ചു വിടുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ അതിനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ ലിവറിന് കേടുവരും, നിങ്ങളുടെ ലങ്സിന് കേടുവരും, നിങ്ങളുടെ ആരോഗ്യം മൊത്തത്തിൽ ക്ഷയിക്കും, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നല്ല കാര്യമല്ല. ഈ മദ്യപാനം എന്ന് പറയുന്നതും ഈ സിഗരറ്റും ഈ ടൊബാക്കോ ചൂയിങ് ഒന്നും നല്ലതല്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ ഉപേക്ഷിക്കണം. അവർക്ക് വേണമെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ആ കൗൺസിലിംഗ് ഞാൻ അവർക്ക് കൊടുക്കും. എന്നാൽ ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് എൻ്റെ അടുക്കിലേക്ക് ആളുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ അടുത്തേക്ക് ആളുകൾ വരുന്ന സമയത്ത് ഞാൻ അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കുക? ഞാൻ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതിനെ ജയിക്കാനുള്ള ചില മാർഗങ്ങൾ വേദപുസ്തക പ്രകാരം ഉണ്ട്, അതും ഞാൻ പറഞ്ഞു കൊടുക്കും. അത് എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹാബിറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ചില വ്യക്തികളെ അതിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രരാക്കിയിട്ട് അവരൊരു നല്ല ജീവിതം ജീവിക്കുന്ന ആ നിലയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടണം. അതാണ് ഈ നിയമം പറയുന്നത്. അതേസമയം ഇവരെ ആ മോശമായിട്ടുള്ള വഴിയിലേക്ക് കടത്തിവിടുന്ന ആളുകളുണ്ടാവും. ഇവരെ മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും സിഗരറ്റിലേക്കും തീവ്രവാദത്തിലേക്കും ദുഷ്ടതയിലേക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളിലേക്കും ഗുണ്ടായുസത്തിലേക്കും കടത്തിവിടുന്ന ചില ശക്തികളും വ്യക്തികളും ചില പാർട്ടികളും ഒക്കെ ഉണ്ടാകും. ആ പറയുന്ന കാര്യങ്ങൾക്കെതിരെ ഒരു നിയമവുമില്ല. അപ്പോൾ ഈ നിയമത്തെ നമുക്ക് വാസ്തവത്തിൽ അംഗീകരിക്കാനായിട്ട് സാധിക്കും. ഞാനൊരു രാജസ്ഥാനിയാണ്, മാർവാടിയാണ്. അതുകൊണ്ടാണ് ആ രാജസ്ഥാനിൽ 2 പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അത് മലയാളി പാസ്റ്റർമാരായിരിക്കും അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ പേരുകളൊക്കെ വായിച്ചിട്ട് വർഗീസോ അങ്ങനെയുള്ള പേരുകളൊക്കെയാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ അതിനെ തടയാൻ വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങൾ എപ്പോഴും പക്ഷാഭേദമില്ലാത്ത നിയമങ്ങളായിരിക്കണം. എപ്പോഴും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന നിയമങ്ങളായിരിക്കണം. പ്രധാനമായും ആരെങ്കിലും ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്യുകയോ ഫിസിക്കലായിട്ട് എന്തെങ്കിലും എല്യൂർമെൻറ്റ് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ബാധകമാകാൻ പാടുള്ളൂ. നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആത്മീയതയും എപ്പോഴും എന്താ പറയുന്നത്, പുകഴ്ത്തുന്ന, അതിനെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മുടെ ഇടയിൽ സിഖുകാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, യഹൂദന്മാരുണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. എല്ലാ രീതിയിലുള്ള തത്വചിന്തകളും നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള താത്വികമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങൾ, മെറ്റഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ എപ്പോഴും നമ്മുടെ ഭാരതത്തിലെ രാജാക്കന്മാരായാലും ശരി, ഭാരതത്തിലെ സാധാരണക്കാരായാലും ശരി, ഭക്തി, ഈ കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യമുള്ളവരും അത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരും എന്താ പറയുക, അതിനെ എപ്പോഴും ശ്രേഷ്ഠമായി കാണുന്നവരുമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അവിടെ ഇരിക്കട്ടെ, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പിന്നീട് വന്നല്ലേ. ഭാരതം എന്ന് പറയുന്ന രാജ്യം എത്ര കൊല്ലങ്ങളായിട്ടുണ്ട്? ഇതേ ഭാരതത്തിലല്ലേ ഗൗതമൻ ഉണ്ടായത്, ഇതേ ഭാരതത്തിലല്ലേ മഹാവീരൻ ഉണ്ടായത്, ഇതേ ഭാരതത്തിലല്ലേ വ്യത്യസ്തമായി ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ടായത്, വിവേകാനന്ദൻ അടക്കം. ഒക്കെ വ്യത്യസ്ത ചിന്തകളാണ്. വാസ്തവത്തിൽ നിങ്ങൾ ഈ നമ്മുടെ പാരമ്പര്യ പ്രകാരമുള്ള ഹിന്ദുയിസവും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറേ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു വ്യക്തി വ്യത്യസ്തമായി ചിന്തിച്ച് ആ വ്യക്തിക്ക് ക്രിസ്തുവിലാണ് സമാധാനം കിട്ടുന്നത്, വേറൊരു വ്യക്തിക്ക് ഇസ്ലാം മതമാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടെന്താ അവരുടെ ഭാരതീയത നഷ്ടപ്പെടുമോ? ഇല്ല. അവർ ചിലപ്പം ഭാരതത്തെ സ്നേഹിക്കുന്നവരും ഭാരതത്തിലെ ഭാഷകളെ ബഹുമാനിക്കുന്നവരും ഭാരതത്തെ സ്വന്തം രാഷ്ട്രമായി കണക്കാക്കുന്നവരും ഭാരതത്തിന് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറുള്ള ഒരു കമ്മിറ്റ്മെൻ്റുള്ള വ്യക്തികളുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഈ പറയുന്ന നിയമങ്ങൾ ഒരു തടസ്സമായി തീരും. അവർക്ക് ഭാരതത്തിൻ്റെ സ്പിരിറ്റിനെതിരെയാണോ ഈ നിയമങ്ങൾ എന്ന് തോന്നാനായിട്ടിടയാകും. അപ്പോൾ അങ്ങനെയുള്ള പക്ഷാഭേദമുള്ള നിയമങ്ങൾ ഒരു സർക്കാരും, അത് യു പിയിലായാലും ശരി, ഗുജറാത്തിലായാലും ശരി, ബീഹാറിലായാലും ശരി, കർണാടകത്തിലായാലും ശരി, മധ്യപ്രദേശിലായാലും ശരി, ഛത്തീസ്ഗഡിലായാലും ശരി, രാജസ്ഥാനിലാണെങ്കിലും ശരി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ തിരുത്തണം.
അതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി